ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മാത്രമേ വീണ്ടും വേഗത കൈവരിക്കുകയുള്ളൂ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ അറിയിക്കുന്നത്. ചെന്നൈ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കനത്ത മഴ മൂലം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് പുതുച്ചേരി വിഴുപുരം റോഡടച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ചെന്നൈ തിരുപ്പതി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പക്ഷേ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. തമിഴ്നാട്ടിലെ 6 ജില്ലകളിൽ റെഡ് അലർട്ടും 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, ഈ ഉച്ചയോടുകൂടി വീണ്ടും വേഗം കൈവരിക്കുമെന്ന് പറഞ്ഞല്ലോ, അതൊരു പേടിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ, അതോ പതുക്കെ പതുക്കെ ദുർബലമാകുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് കരുതുന്നത്? ദിവിഷ, നിലവിൽ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് നിലവിലത്തെ ഈ വലിയ മഴയ്ക്ക്, കനത്ത മഴയ്ക്ക് ഒരു പ്രധാന കാരണം കഴിഞ്ഞ 6-7 മണിക്കൂറായിട്ട് ഈ അതിതീവ്ര ന്യൂനമർദ്ദം ഈ വിഴുപുരത്തിന് സമീപം സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, വിഴുപുരം അതുപോലെ തന്നെ പുതുച്ചേരി, ഈ 2 ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. പുതുച്ചേരിയിൽ ഇതിനു മുൻപ് ഒരു ദിവസം പെയ്ത ഏറ്റവും കൂടുതൽ മഴ എന്നുള്ളത് 31 സെന്റിമീറ്റർ ആയിരുന്നു. ഇന്നത് 50 സെന്റിമീറ്ററിന് മുകളിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ മഴ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മഴ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിഴുപുരം, കടലൂർ മേഖലകളിലും പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. പല റോഡുകളും, പ്രധാന റോഡുകളും, വിഴുപുരം പുതുച്ചേരി റോഡൊക്കെ ഇപ്പോൾ യാത്രയ്ക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥ ആ മേഖലയിൽ, പുതുച്ചേരി അതുപോലെ തന്നെ വിഴുപുരം, കടലൂർ മേഖലകളിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയ മഴ പെയ്തു, അതുപോലെ തന്നെ ഇനി പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് സൈന്യത്തിൻ്റെ സേവനം ഇതിനോടകം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. ആളുകളെയൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്ന്, ഈ വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിട്ടുമുണ്ട്. കാറ്റും അവിടെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഏതായാലും ആ ഒരു ആശങ്ക ആ ഭാഗത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ, ചെന്നൈ മേഖലയിലേക്ക് വന്നാൽ അവിടെ ഏതാണ്ട് ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞ അവസ്ഥയിലാണ്. ഗതാഗതമൊക്കെ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട്. വൈദ്യുതി ബന്ധം, താറുമാറായിട്ടുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. മഴ ചെന്നൈയിൽ നിന്ന് മാറി നിൽക്കുന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോഴും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കാര്യമായിട്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. കാറ്റും ചെറുതായിട്ട് ചെന്നൈ മേഖലയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളാണ് അവിടെ പ്രധാനമായും പുരോഗമിക്കുന്നത്. ഏതായാലും